ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹോസ്പിറ്റലിലുള്ള കരുണയാണെങ്കിലും മുത്തശ്ശിനോടും പ്രതാപനോടൊന്നും സംസാരിക്കണമെന്നും കൂട്ടാകുന്നില്ല. അവരെൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി, ഇനി എനിക്ക് അവരോടൊന്നും സംസാരിക്കേണ്ട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എൻ്റെ മുമ്പിൽ ആരും വരണ്ട, എനിക്കാരും കാണാൻ പാടില്ല, എനിക്കാരും കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടാണെങ്കിൽ പ്രതാപനും മുത്തശ്ശിയും ആ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ ദേഷ്യം ഫുള്ള് തീർക്കുന്നത് മോഹിനിയുടെ അടുത്ത് വന്നിട്ടാണ്. മോഹിനി വീട്ടിലെത്തിയപാട് തന്നെ പ്രതാപനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കരുണ മോക്കെന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയൂ, അവൾ എന്താ മരിച്ചുപോയെന്ന് പറയുന്നതാണോ നിനക്ക് കേൾക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാ ദേഷ്യവും മോഹിനിയുടെ അടുത്ത് തീർക്കുന്ന സമയത്താണ് മഹാലക്ഷ്മിയുടെ പ്രതാപം കാണുന്നത്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെ തൊട്ട് പോകരുത്, എൻ്റെ അമ്മയാണോ നിങ്ങളെ, നിങ്ങളുടെ പേരക്കുട്ടീനെയും നിങ്ങളുടെ കരുണ മോളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ച്, അല്ലാലോ നിങ്ങളല്ലേ എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ 5-ാമത്തെ വയസ്സ് മുതൽ എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഒരു കൊലയാളി ഉണ്ടെന്ന്. അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അമ്മയോടല്ലാതെ. ഇനിയിപ്പോൾ ഞാനത് കണ്ണേടനോട് കൂടി പറയും, അന്ന് നിങ്ങൾ എന്ത് ചെയ്യും, അഴി എണ്ണേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ കരുണമോളെ, അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് എന്നെയാണോ നിങ്ങളിപ്പോൾ കുറ്റപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ് പ്രതാപനങ്ങ് പോകുന്നുണ്ട്. മോഹിനിയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാനിതൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷെ എന്നെ കൊണ്ട് അയാൾ പറയിപ്പിക്കുന്നതാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ ഞാനിത് കണ്ണേട്ടനോട് കൂടി പറഞ്ഞാൽ പിന്നെ അയാളെ നമ്മൾ നോക്കേണ്ടതൊക്കെ ഇങ്ങനെ മോഹിനിയോട് മഹാലക്ഷ്മി കാര്യങ്ങൾ പറയുന്നുണ്ട്. കരുണയുടെ കാര്യങ്ങളും കരുണയുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള മേഘാതനാണെങ്കിൽ അമ്മേനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൾ എന്തായാലും അടങ്ങിയിരിക്കാൻ സാധ്യതയില്ല, എന്തായാലും മഹാലക്ഷ്മിനെ ഇല്ലാതാക്കാനായിട്ട് അവൾ നോക്കും. അവൾ അത്രയും ആഗ്രഹിച്ചതാണ് ഈ ഒരു കുഞ്ഞിനെ. ആ കുഞ്ഞിനെ വെച്ചിട്ട് മഹാലക്ഷ്മിയുടെ നേരെ അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിനെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ട് ഇനി അവൾക്ക് എന്തായാലും അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മേഘാതനോട് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുക, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക, മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം തന്നെ ആ കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നില്ല, ഇനിയെങ്കിലും ഒന്ന് പഠിച്ചുകൂടെ എന്നുള്ള രീതിയിൽ മേഘാതനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പ്രതാപനാണെങ്കിൽ നേരെ വാമൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, മഹാലക്ഷ്മിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ തന്നെയാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നതെന്ന കാര്യം മഹാലക്ഷ്മിക്ക് അറിയാം, അത് അവൾ മോഹിനിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കണ്ണനോട് പറഞ്ഞിട്ട് എന്നെ ജയിലിലാക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ, ഇനിയിപ്പോൾ അതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്, നമ്മൾ ഓരോ അടി ഇങ്ങനെ താഴേക്കാണല്ലോ പോകുന്നത്, ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് കരുതിയിരിക്കണം എന്നൊക്കെ ഇങ്ങനെ വാമൻ പറയുന്നുണ്ട്. മഹാലക്ഷ്മി മോഹിനിനെ കാണാനായിട്ട് വീട്ടിൽ വന്ന സമയത്ത് മോഹിനി ഇങ്ങനെ മഹാലക്ഷ്മിനോട് പറയുന്നുണ്ട്, ഇനിയും അവരടങ്ങിയിരിക്കാൻ തീരെ സാധ്യതയില്ല, നിന്നെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കാനോ നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കാനോ നീ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത്, നീ ഒരിക്കലും അവരെ കൊല്ലാനോ അവരതാക്കാനോ ശ്രമിച്ചില്ല, അവർ നല്ല രീതിയിൽ ജീവിക്കണം, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം എന്ന് മാത്രമല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മോഹിനി പറയുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ പേടിക്കേണ്ട, എൻ്റെ കൂടെ നിങ്ങളൊക്കെ ഇല്ലേ, പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന എൻ്റെ ദൈവങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ, അതുകൊണ്ട് എനിക്കൊരു ആപത്തും വരത്തില്ല, എന്തെങ്കിലും അവരെനിക്ക് നേരെ ചെയ്യുമ്പോൾ അത് അവർക്ക് തന്നെയല്ലേ തിരിച്ച് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മോഹിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ സിദ്ധിയായിട്ടുള്ള അമ്മേനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ആ അമ്മേനെ കണ്ടപാടെ തന്നെ മഹാലക്ഷ്മി വല്ലാണ്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പം അമ്മ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന, മോളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിക്കാല് കാണുന്നുള്ള ആഗ്രഹം ഈ അടുത്ത് തന്നെ നടക്കുമെന്ന് മഹാലക്ഷ്മിയോട് ആ സിദ്ധിയായിട്ടുള്ള അമ്മ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടാണ് മഹാലക്ഷ്മി ആകെ സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.